ഹായ് മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു വയ്യാറും റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രജനീകാന്തിന്റെ ഒരു പുതിയൊരു സിനിമയുടെ ഒരു ടീസർ വെളി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഉള്ളത് മുനീറിക്കയാണ്. അപ്പോൾ മുനീറിക്ക ഞാനും കൂടെ കൂടിയിട്ട് അതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽസ് പറയാനായിട്ടാണ്. സിനിമയുടെ പേര് എല്ലാവർക്കും അറിയാം, കൂലി എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പം അതേപോലെ മുൻപിറങ്ങിയ ലിയോയുടെയും വിക്രത്തിന്റെയും സിനിമ എടുത്തത് ലോകേഷ് ആയിരുന്നു. ലോകേഷിന്റെ സിനിമയാണ് കൂലി എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ട്രീസർ കണ്ടതിന് ശേഷം ലോകേഷ് കനകരാജിന്റെ ഒരു സൂപ്പർ സ്റ്റാർഡം വാല്യൂ ഉള്ള അടുത്ത സിനിമയാണ് ഇപ്പം വരാൻ പോകുന്നത്, കൂലി. രജനീകാന്തിന്റെ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട്. കാരണം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാറാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്, രജനീകാന്ത്. ഇവരുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ത്രില്ലർ മൂവി ആയിട്ടാണ് ഇപ്പം ലോകേഷിന്റെ പുതിയ സിനിമയായിട്ട് കൂലി വരുന്നത്. നമുക്ക് അതിന്റെ ടീസർ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മളെ അഭിപ്രായം പറയാം. തുടക്കം തന്നെ നമുക്ക് സ്വർണ്ണമാണല്ലോ. കലാനിധിമാർ ടൈറ്റിലിങ്ങിൽ കുറച്ച് പ്രൊജക്ഷൻ കുറവാകുന്നുണ്ടല്ലേ. കലാനിധിമാരെന്നുള്ള കാണുന്നില്ല ശരിക്കും. ഡാർക്ക് മോഡാണ്. കാണുമ്പോ നമ്മളെ ഭ്രമരോ തോന്നുന്നു. നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്. അസാധ്യമായിട്ട് BGM ചെയ്യുന്നുണ്ട്. அப்பாவும் தாத்தாவும் வந்தார்கள் போனார்கள். தப்பென்ன சரியென்ன எப்போதும் விளையாடு. அட பாவி என்பார்கள், தப்பாக நினைக்காத. எப்பாதே போனாலும் இன்பத்தை தள்ளாத. சோறுண்டு, சுகமுண்டு, மது உண்டு, மாது உண்டு, மனம் உண்டு என்றால சொர்க்கத்தில் இடம் உண்டு. போடா. ഭാഷയിലുണ്ടല്ലേ. അതെന്തായാലും വരുമല്ലോ. ആ പിസില് കേട്ടോ, സെമ്പകമേ. என்னடா நடக்குதுங்க? ஒருத்தன் கூட போன் எடுக்க மாட்டீங்க. உள்ள வந்து அவனை முடிச்சிங்களா இல்லையா? முடிச்சிடலாமா? കമ്മിങ് സൂൺ. അപ്പോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം? നമ്മുടെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഒരു ആക്ഷൻ ത്രില്ലർ തന്നെ. പക്ഷെ ഒരു എന്റെ ജോണറിൽ കാണുകയാണെങ്കിൽ ഒറ്റയാൺ പോരാട്ടം, പിന്നെ അതിശക്തമായ ഒരു പ്രതികാരത്തിന്റെ ഒരു പശ്ചാത്തലം പോലെയാണ് എനിക്ക് തോന്നുന്നത്. സിനിമയുടെ ഈ ലോകേഷിന്റെ സ്ഥിരം ഒരു ടൈപ്പായിരിക്കും എന്ന്
ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ മൂപ്പറുടെ ഒരു ജോണറിലുള്ള ഒരു സിനിമ ആ ലെവലിൽ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണണം. കാരണം ലോകേഷിന്റെ സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതില് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലും വന്നുകൂടായി ഇല്ല. കാരണം ലോകേഷും വേറൊരാളും കൂടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ വേറൊരു വിഷയം ഇതിന്റെ ഇടയിൽ ഉണ്ടായെന്ന് പറഞ്ഞാല് ഈ കൂലി സിനിമയായിട്ട് ഈ വാവ ആ പാട്ടിന്റെ ഒരു ഇതുണ്ടല്ലോ, ആ വിവാദം അറിയല്ലോ, വാവ പക്കം വാവ. ഇതില് രാജാ സാറിന്റെ കമ്പോസിങ്ങിലാണ് പാട്ട് ഇറങ്ങിയിരുന്നത്. അതിന്റെ ഈ സൺ പിക്ചേഴ്സിനെതിരെ കേസ് ഫയൽ ചെയ്ത് അതിനുശേഷം അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെ കാര്യം ഇതിന്റെ ഒക്കെ പിന്നിൽ എന്ന് പറഞ്ഞാല് ഇവർ അനുവദിക്കപ്പെടാതിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ മുപ്പര് കമ്പോസ് ചെയ്ത പാട്ടായത് കൊണ്ട് മുപ്പരത് അനുവദിച്ചില്ല. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറുടെ പിന്നെ ഇതിന്റെ എല്ലാ റൈറ്റ്സ് ശരിക്കും കിടക്കുന്നത് പ്രൊഡ്യൂസറുടെ ഉണ്ടല്ലോ. പ്രൊഡ്യൂസർക്കാണ് ഇതിന് കേസ് ഫയൽ ചെയ്യാനൊക്കെ ഉള്ള അനുവാദമുള്ളത്. കമ്പോസിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ അതായത് റെമുനറേഷൻ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് മുപ്പര് കമ്പോസ് ചെയ്യുന്നത്. പിന്നെ രാജാ സാർ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോ ഈ റിലിക്സ് പുറത്തു പോയതാണോ അതോ എന്താ അല്ല, ആ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. കണ്ടില്ല നേരത്തെ തന്നെ ലിയോയിലും ഒരു പാട്ടിന്റെ സീനൊക്കെ ഇല്ലേ, അതൊക്കെ പകർപ്പ് അല്ല. പാട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണിക്കുന്നത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിലും കാണിക്കുന്നുണ്ടാവും എന്നാ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതെന്തായാലും ഒരു ആക്ഷൻ ത്രില്ലർ മൂവി തന്നെയാണ്. അതില് പിന്നെ ഇവന്റെ ലോകേഷ് കനകരാജിന്റെ കുറച്ച് സിഗ്നേച്ചർ സിനിമയില് എന്തായാലും നമുക്ക് കാണാം. കാരണം അയാളൊരു വ്യത്യസ്തമായിട്ട് കഥകൾ ചെയ്യുന്ന. എനിക്ക് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിക്രം എന്ന് പറയുന്ന സിനിമ. വിക്രം അതൊരു മാറിയ സിനിമയായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല ക്യാരക്ടേഴ്സ്, നല്ല കഥാപാത്രങ്ങൾ, തുടർച്ച. തമിഴ് ഇൻഡസ്ട്രീസില് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ലോകേഷ് ഒക്കെ അതിലൊക്കെ ഒരു നമ്പർ 10 ഒരു മുഖ്യ സ്ഥാനത്തിരിക്കുന്ന ഒരു ഡയറക്ടറാണ്. എന്തായാലും എല്ലാരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. പരമാവധി നല്ല പിന്നെ എന്താ പറയാ സിനിമ നന്നായിട്ട് ആസ്വദിച്ച് കാണണമെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. അതില് ആ വിഷ്വലൈസേഷനും അതും ഒക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനും പറ്റും. പരമാവധി ഈ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. വളരെ നല്ല രീതിയിൽ തന്നെ വിഷ്വൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ടൈറ്റിലിംഗിൽ ഇപ്പൊ ടീസറിന്റെ ടൈറ്റിലിംഗിൽ സൺ പിക്ചേഴ്സ് ഒന്നും ലോകേഷ് കനകരാജൻ വ്യക്തമാകുന്നില്ലെങ്കിലും അത് നമ്മളുടെ മൊബൈലിന്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. എന്നാൽ പോലും കുറച്ച് ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്താണ്? സെപ്റ്റംബറിലാണോ സിനിമ? സെപ്റ്റംബറിലാണോ? കൺഫേം അല്ലാന്ന് തോന്നുന്നു. കൺഫേം അല്ല, കമ്മിങ് സൂണെന്ന് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ഒരു സിനിമ ഇറങ്ങുന്നതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് അതിന്റെ അകത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കമ്മിങ് സൂണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. രജനീകാന്തിന്റെ പുതിയ സിനിമയാണ്. അതേപോലെ അനിരുദ്ധിന്റെ മ്യൂസിക് ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. ബിജി ഒക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. ഈ ടീസറിന്റെ അകത്ത് ബിജി കേൾക്കാൻ നല്ല രസമുണ്ട്. അതേപോലെ കളറ്, അതായത് ബ്ലാക്കിന്റെ അകത്തൊരു ഗോൾഡ് ഒക്കെ വെച്ചിട്ടൊരു സംഭവം ഇതിന്റെ ചെയ്തിട്ടുണ്ട്. ഒരു ഫൈറ്റിംഗ് സീൻ പോലൊക്കെ കാണിച്ചിട്ട് അതൊക്കെ രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും വളരെ വിജയകരമാവട്ടെ. ലാൽസ്ലാം പോലെ ചെറിയൊരു ക്ഷീണം പറ്റാതെ രൂപത്തിലാവട്ടെ. സൺ പിക്ചേഴ്സിന് ഇനി നല്ല സിനിമകൾ എടുക്കാനുള്ള പ്രചോദനം ഇതൊക്കെ കൊണ്ടുണ്ടാവട്ടെ നമ്മൾ ആശംസിക്കാം. അതേപോലെ ഇന്ന് ഈദാണ്. നമ്മളൊരു ദിവസം കഴിഞ്ഞാണിത് വെളിയിലേക്ക് നമുക്കിത് എഡിറ്റ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഡിലേ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ വ്യൂവേഴ്സും അതേപോലെ ഇത് കാണുന്ന വ്യൂവേഴ്സിന് എല്ലാവർക്കും തന്നെ ഈദ് മുബാറക്ക് ഞങ്ങൾ ആശംസിക്കുന്നു. അതേപോലെ നിങ്ങളും ഒരു റിയാക്ഷൻ വീഡിയോ ലവർ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞാൻ അൻസാർ മുനീർ സൈനിങ് ഔട്ട്. ബൈ ബൈ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.